സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുട്ടികളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് ആളുകളെ നയിക്കുന്ന പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് മെറ്റ അധികൃതരോട് വിശദീകരണം തേടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിയമവിരുദ്ധമായ ഉള്ളടക്കം കാണപ്പെടുന്നത് തന്നെ ഗുരുതരമായ വിഷയമാണ്. എന്നാൽ ഇവിടെ ആരോപണം അതിലും വലിയതാണ്. കാരണം ഇത് സാധാരണ പോസ്റ്റുകളല്ല, പണം നൽകി പ്രദർശിപ്പിച്ച പരസ്യങ്ങളായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സംഭവത്തിൽ എന്താണ് പുറത്തു വന്നത്? ഈ വിഷയം വീണ്ടും ദേശീയ ശ്രദ്ധ നേടാൻ കാരണം ഒരു മാധ്യമ അന്വേഷണമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇൻസ്റ്റഗ്രാമിൽ ചില പണമടച്ച പരസ്യങ്ങൾ കുട്ടികളുടെ ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നു എന്ന രീതിയിൽ ഉപയോക്താക്കളെ ആകർഷിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. ആ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്യുന്നവരെ പിന്നീട് മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കാണ് തിരിച്ചുവിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് പുറത്തു വന്നതോടെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തോട് മെറ്റയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ നിർദ്ദേശിച്ചുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഒരു സാധാരണ പോസ്റ്റ് പോലും റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ നീക്കം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ പണം നൽകിയ ഇത്തരം പരസ്യങ്ങൾ എങ്ങനെയാണ് അംഗീകാരം നേടിയത്? സാധാരണയായി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന പരസ്യങ്ങൾ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുടെയും നയപരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് അംഗീകരിക്കപ്പെടുന്നത്. അതിനാൽ ഇത്തരം ഉള്ളടക്കം എങ്ങനെ ഫിൽട്ടറുകൾ കടന്നുപോയി എന്നാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന സംശയം. ഈ സംഭവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതേ ആഴ്ച തന്നെ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് മറ്റൊരു വിഷയത്തിലും സമ്മർദ്ദം നേരിട്ടിരുന്നു. വാട്സാപ്പിൽ ഫോൺ നമ്പറിന് പകരം യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ ഫീച്ചറിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആശങ്ക അറിയിക്കുകയും തട്ടിപ്പിനും വ്യാജ ആൾമാറാട്ടത്തിനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. തുടർന്ന് ടെലഗ്രാമിനോടും സിഗ്നലിനോടും സമാനമായ ചോദ്യങ്ങൾ സർക്കാർ ഉന്നയിച്ചു. അതിനിടയിലാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പരസ്യ വിവാദം പുറത്തു വന്നിരിക്കുന്നത്. മെറ്റയുടെ പ്രതികരണം എന്താണ്? റിപ്പോർട്ടുകൾ പ്രകാരം കുട്ടികളുടെ ലൈംഗിക ചൂഷണ ഉള്ളടക്കം കണ്ടെത്താനും തടയാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റു സംവിധാനങ്ങളും കമ്പനി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മെറ്റ അറിയിച്ചത്. എന്നാൽ കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള പ്ലാറ്റ്ഫോമിൽ കുറ്റവാളികൾ നിരന്തരം പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും കമ്പനി വിശദീകരിച്ചു. അതേസമയം വിമർശകർ പറയുന്നത് മറ്റൊന്നാണ്. നിയമവിരുദ്ധ ഉള്ളടക്കം സാധാരണ ഉപയോക്താവ് പോസ്റ്റ് ചെയ്യുന്നതും അതേ ഉള്ളടക്കത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന പരസ്യം കമ്പനി അംഗീകരിക്കുന്നതും രണ്ടും ഒരുപോലെയല്ല. പരസ്യങ്ങൾക്ക് പ്രത്യേക പരിശോധന സംവിധാനമുണ്ടെങ്കിൽ ഇത്തരം പരസ്യങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇവിടെ മറ്റൊരു നിർണായക കാര്യം കൂടി ശ്രദ്ധിക്കണം. കുട്ടികളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം ലോകമെമ്പാടും അതീവ ഗുരുതരമായ കുറ്റകൃത്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം ഉള്ളടക്കം നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വാങ്ങുന്നതും കൈവശം വയ്ക്കുന്നതും പല രാജ്യങ്ങളും കർശനമായ നിയമ നടപടിക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉള്ളടക്കത്തിലേക്ക് ആളുകളെ നയിക്കുന്ന പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന ആരോപണം സാധാരണ സാങ്കേതിക പിഴവായി മാത്രം കാണാനാകില്ല. അത് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയും പരസ്യ പരിശോധന രീതികളെക്കുറിച്ചുമുള്ള വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. ഇനി സർക്കാർ മെറ്റയോട് എന്തൊക്കെ ചോദിച്ചേക്കാം? ഒന്നാമതായി, ഇത്തരം പരസ്യങ്ങൾ എങ്ങനെയാണ് അംഗീകാരം നേടിയത്? രണ്ടാമതായി, എത്രത്തോളം സമയമാണ് അവ പ്ലാറ്റ്ഫോമിൽ തുടർന്നത്? മൂന്നാമതായി, പരാതി ലഭിച്ചപ്പോൾ കമ്പനി സ്വീകരിച്ച നടപടി എന്തായിരുന്നു? നാലാമതായി, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി സർക്കാർ തേടുക. ഈ സംഭവം വലിയ ചർച്ചയിലേക്ക് നമ്മെ നയിക്കുന്നു. സോഷ്യൽ മീഡിയ കമ്പനികൾ സ്വയം ടെക്നോളജി കമ്പനികളാണെന്ന് പറയാറുണ്ട്. എന്നാൽ അവ പരസ്യങ്ങൾ വിറ്റ് വരുമാനം കണ്ടെത്തുന്ന സ്ഥാപനങ്ങളുമാണ്. അതിനാൽ നിയമവിരുദ്ധവും അപകടകരമായ ഉള്ളടക്കം തടയുന്നതിൽ അവരുടെ ഉത്തരവാദിത്തം എത്രത്തോളമുണ്ടെന്ന ചർച്ച വീണ്ടും ശക്തമാവുകയാണ്. സാങ്കേതികവിദ്യ എത്ര വികസിച്ചാലും കുട്ടികളുടെ സുരക്ഷ പോലുള്ള വിഷയങ്ങൾ ചെറിയ വീഴ്ച പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.